ഹായ് ഗായസ് ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണുള്ളത്. 7 മത്സരാർത്ഥികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാകത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥി ആരാണെന്നും ഈ ആഴ്ചയിൽ ആരാണ് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നതെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയ്ക്ക് നല്ലൊരു വോട്ട് നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1,93,380 എന്ന കൂറ്റൻ വോട്ട് നേടിയാണ് തൻ്റെ പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചടക്കിയിരിക്കുന്നത്. 2ാം പൊസിഷനിൽ സിജോ തന്നെ തുടരുകയാണ്. സിജോയ്ക്ക് നല്ലൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1,56,708 എന്ന കൂറ്റൻ വോട്ട് നേടി ജിൻഡോയുടെ തൊട്ട് പിന്നാലെ സിജോ തുടരുന്നുണ്ട്. ഇപ്പോൾ 2ാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സിജോ. 3ാം പൊസിഷനിൽ ശ്രീതുവാണ് തുടരുന്നത്. ശ്രീതു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1,38,025 വോട്ട് നേടി സിജോയുടെ തൊട്ട് ബാക്കിലായിട്ട് 3ാം പൊസിഷൻ നിലയുറപ്പിച്ചിരിക്കുകയാണ് ശ്രീതു. 4ാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടരുന്നത്. കാര്യമായ ഒരു മുന്നേറ്റവും നടത്താണ്ട് സാധാരണ രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4ാം പൊസിഷനിലാണ്. 1,11,200 വോട്ട് നേടിയാണ് തൻ്റെ പൊസിഷൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. 5ാം പൊസിഷനിലേക്ക് വീണ്ടും നന്ദന കയറി വന്നതാണ് ഏറ്റവും വലിയൊരു അട്ടിമറി. ശരണ്യെ അട്ടിമറിച്ചുകൊണ്ടാണ് നന്ദന വീണ്ടും 5ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഈ പൊസിഷൻ 5ഉം 6ഉം പൊസിഷൻ ഏത് സമയത്തും മാറി മറിയുന്ന ഒരു പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. ഇപ്പോൾ 1,590 വോട്ട് നേടി 5ാം പൊസിഷനിലാണുള്ളത് നന്ദന. 6ാം പൊസിഷനിൽ ശരണ്യാണ് ഉള്ളത്. ശരണ്യ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിന്തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇന്നലെ ഫുൾ 5ാം പൊസിഷനിലായിരുന്നെങ്കിൽ ഇന്ന് നന്ദന അട്ടിമറി നടത്തി 5ാം പൊസിഷനിലേക്ക് വന്നു. ശരണ്യ 6ാം പൊസിഷനിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. 1,432 വോട്ട് നേടിയാണ് 6ാം പൊസിഷനുള്ളത്. 7ാം പൊസിഷനിൽ ഇപ്പോഴും ശ്രീരേഖ തന്നെയാണ് തുടരുന്നത്. ശ്രീരേഖയാണ് 100% ഇപ്പോൾ പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്ന മത്സരാർത്ഥി. ഇപ്പോൾ 98,230 വോട്ട് നേടി തൻ്റെ 7ാം പൊസിഷനിൽ ഡേഞ്ചർ പൊസിഷനായിട്ട് തുടരുകയാണ്. വരും മണിക്കൂറുള്ള വോട്ടിംഗ് ഇവർക്ക് നിർണായകമാണ്.